ആൻഡ് വെൽക്കം ടു ഈസി ഇംഗ്ലീഷ്. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫൂഫിയാണ്. ഇത് എഴുതിയത് ട്രെവർ നോവ എന്നുള്ള സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. ആൻഡ് ദിസ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ട്രെവർ നോവ ഈസ് ഫ്രം സൗത്ത് ആഫ്രിക്ക. ജോഹാന്നസ്ബർഗ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്, അവിടെ നിന്നാണ് വരുന്നത്. ഹീ ഈസ് എ വെൽ നോൺ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ, ടെലിവിഷൻ ഹോസ്റ്റ്, പൊളിറ്റിക്കൽ കമൻറ്റേറ്റർ ആൻഡ് ഓഥർ. ഈ ഫൂഫി എന്ന് പറയുന്ന അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പേഴ്സൻ്റെ ലൈഫിലത്തെ ഒരു ചെറിയ ഇൻസിഡൻറ്റ്, ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഒരു സ്റ്റോറി പോലെ അവതരിപ്പിക്കുന്നതാണ് അനക്ഡോട്ട്. ആൻഡ് ദിസ് അനക്ഡോട്ട് ഫൂഫി ഇസ് ഫ്രം ഹിസ് മെമോർ ബോൺ എ ക്രൈം, സ്റ്റോറീസ് ഫ്രം എ സൗത്ത് ആഫ്രിക്കൻ ചൈൽഡ്ഹുഡ്, പബ്ലിഷ്ഡ് ബൈ ഹാച്ചറ്റ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഈ ഫൂഫി എന്ന് പറയുന്ന അനക്ഡോട്ട് എടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മെമോറിൻ്റെ അകത്തുനിന്നാണ്. മെമോർ എന്ന് പറഞ്ഞാൽ ഓട്ടോബയോഗ്രഫി പോലെയുള്ള ഒരു ബുക്കാണ്. അതിൽ ഒരാളുടെ ലൈഫിലത്തെ പല ഇൻസിഡൻസും എഴുതിയിട്ടുണ്ട്. ഓട്ടോബയോഗ്രഫിയിൽ നമ്മൾ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും എഴുതുമ്പം മെമോറിൻ്റെ അകത്ത് നമ്മൾ ലൈഫിലത്തെ ചില ഇൻസിഡൻസ് മാത്രമേ എഴുതുള്ളൂ. എല്ലാം ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓട്ടോബയോഗ്രഫിയിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ, പക്ഷേ നമ്മുടെ ലൈഫിലത്തെ എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇയാളുടെ മെമോറിൻ്റെ പേര് ബോൺ എ ക്രൈം എന്നാണ്. ആൻഡ് ട്രെവർ നോവ ബോൺ എ ക്രൈമിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഒരു അനക്ഡോട്ടാണ് ഫൂഫി. നൗ ഇനി നമുക്ക് ഫൂഫി എന്ന് പറഞ്ഞ ചാപ്റ്റർ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. A month after we moved to Eden Park, my mother brought home 2 cats, black cats, beautiful creatures. ഓക്കെ, ഞങ്ങൾ ഈഡൻ പാർക്ക് എന്ന് പറയുന്ന സ്ഥലം, ഈഡൻ പാർക്ക് ജോഹാന്നസ്ബർഗ് സൗത്ത് ആഫ്രിക്കയിലത്തെ ഒരു സ്ഥലമാണ്. അവിടേക്ക് ഇവർ താമസം മാറ്റി. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ അമ്മ, ട്രെവർ നോവയുടെ അമ്മ 2 ക്യാറ്റ്സിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. 2 ബ്ലാക്ക് ക്യാറ്റ്സിനെ കൊണ്ടുവന്നു. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ക്യാറ്റ്സ് ആയിരുന്നു. ഇൻ എ ബ്ലാക്ക് നെയ്ബർഹുഡ് യു വുഡൻറ്റ് ഡെയർ ഓൺ എ ക്യാറ്റ്, എസ്പെഷ്യലി എ ബ്ലാക്ക് ക്യാറ്റ്. ദാറ്റ് വുഡ് ബി ലൈക്ക് വെയറിംഗ് എ സൈൻ ദാറ്റ് സെഡ് ഹലോ ഐ എം എ വിച്ച്. സിൻസ് വി ഹാഡ് മൂവ്ഡ് ടു എ കളേർഡ് നെയ്ബർഹുഡ് മൈ മോം തോട്ട് ദ ക്യാറ്റ്സ് വുഡ് ബി ഓക്കെ. ഓൾറൈറ്റ്, സോ ഇവിടെ ബ്ലാക്ക് ക്യാറ്റ്സിനെ കുറിച്ച് ഒരുപാട് സൂപ്പർസ്റ്റിഷൻസ് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ കേരളത്തിലും ഉണ്ടല്ലോ. ഒരു ബ്ലാക്ക് ക്യാറ്റ് കുറുകെ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കും, എന്തെങ്കിലും ആപത്ത് സംഭവിക്കും എന്നൊക്കെ നമുക്കൊരു വിശ്വാസമുണ്ട്. അതേപോലെ സൗത്ത് ആഫ്രിക്കയിലും ഇതേ രീതിയിലുള്ള വിശ്വാസങ്ങളുണ്ടായിരുന്നു. ബ്ലാക്ക് ക്യാറ്റ്സ് ഒരു ബാഡ് ലക്ക് കൊണ്ടുവരുന്ന ആനിമൽസ് ആണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഓൾസോ ബ്ലാക്ക് ക്യാറ്റ്സിനെ വെച്ച് വിച്ച് ക്രാഫ്റ്റ് ചെയ്യും, മന്ത്രവാദം ചെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. മന്ത്രവാദികൾ അവരുടെ വീട്ടിൽ മന്ത്രവാദം നടത്തിയിട്ട് ബ്ലാക്ക് ക്യാറ്റ്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത് ബ്ലാക്ക് ക്യാറ്റിൻ്റെ രൂപത്തിൽ അവരുടെ എനിമീസിൻ്റെ വീട്ടിൽ ചെല്ലും, അവരുടെ എനിമീസിനെ അറ്റാക്ക് ചെയ്യും എന്നൊക്കെയുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ബ്ലാക്ക് നെയ്ബർഹുഡിൽ, കളേർഡ് നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ മിക്സഡ് റേസ് ഉള്ള നെയ്ബർഹുഡാണ്. അതായത് പല കളറിലുള്ള ആൾക്കാരും, വൈറ്റ്സും ബ്ലാക്ക്സും മെക്സിക്കൻസും ബ്രൗൺ ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും താമസിക്കുന്ന ഒരു സ്ഥലം, അതിനാണ് കളേർഡ് നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ബ്ലാക്ക് ക്യാറ്റിനെ കൊണ്ടുപോകുന്ന സമയത്ത് അവർ പൊതുവെ അതിനെ നല്ല രീതിയിൽ സ്വീകരിക്കില്ല. അവരെല്ലാവരും അതിനെ വളരെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ട് അന്ധവിശ്വാസത്തോടെയാണ് കാണുക. ബ്ലാക്ക് ക്യാറ്റ് ഒരു ബാഡ് ഓമൻ ആയിട്ടാണ് കാണുക. അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് സെയിങ് ഹലോ ഐ എം എ വിച്ച്, ഹലോ ഞാനൊരു മന്ത്രവാദിയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഒരു ബ്ലാക്ക് ക്യാറ്റിനെയും കൊണ്ട് നിങ്ങൾ നടക്കുന്നത്. വൺസ് ദേ വർ ഗ്രോൺ വി ലെറ്റ് ദം ഔട്ട് ഡ്യൂറിങ് ദ ഡേ ടു റോം ദ നെയ്ബർഹുഡ്. അപ്പോൾ ഇവരെ മേടിച്ച സമയത്ത് ഇവർ കിറ്റൻസ് ആയിരുന്നു, ചെറിയ പൂച്ചക്കുട്ടികളായിരുന്നു. ഇപ്പോൾ അവർ കുറച്ചും കൂടെ വളർന്ന് വലുതായി. ഇപ്പോൾ അവരെ പുറത്ത് റോം അറൗണ്ട് ചെയ്യാനായിട്ട് വിടുന്നുണ്ട്, പുറത്ത് കൂടെ നടക്കാനായിട്ട് ഇവരെ വിടുന്നുണ്ട്. അടുത്ത പാരഗ്രാഫ് വായിക്കാം. Then one evening we came home to find something terrible had happened. Both the cats had been killed. On our front wall someone had written in Afrikaans hex, witch. Okay, അപ്പോൾ ഒരു ദിവസം ഈവനിങ് ഇവർ തിരിച്ച് വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഇവർ കണ്ടത് എന്താണ്, ഒരു ടെറിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കണ്ടത്. അതെന്തായിരുന്നു, ആ 2 ക്യാറ്റും കൊല്ലപ്പെട്ടു. ആ 2 ക്യാറ്റിനെയും ആരോ കൊന്നിട്ടിരിക്കുകയാണ്. ആൻഡ് ഓൺ അവർ ഫ്രണ്ട് വാൾ, അവരുടെ മുൻവശത്തെ മതിലിൻ്റെ മുകളിൽ ആഫ്രിക്കാൻസ് ഭാഷയിൽ ഹെക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഹെക്സ് എന്ന് പറഞ്ഞാൽ വിച്ച്, മന്ത്രവാദി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ സൂപ്പർസ്റ്റീഷ്യസ് ആയതുകൊണ്ട്, അന്ധവിശ്വാസികളായതുകൊണ്ട്
ഈ ബ്ലാക്ക് ക്യാറ്റ്സ് ഉള്ള വീട്ടിലെ ആൾക്കാരെല്ലാം മന്ത്രവാദികളാണെന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പൂച്ചേനെ കൊന്നത്. ആഫ്റ്റർ ദ ക്യാറ്റ്സ് were killed, we took a break from pets for a while. അപ്പോൾ ഈ ക്യാറ്റ്സിനെ കൊന്നതിന് ശേഷം, ക്യാറ്റ്സ് മരണപ്പെട്ടതിന് ശേഷം ഇവർ കുറച്ച് നാളത്തേക്ക് പിന്നെ പെറ്റ്സിനെ ഒന്നും മേടിച്ചില്ല. കാരണം ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായല്ലോ. ഓൾമോസ്റ്റ് എവറി ബ്ലാക്ക് ഫാമിലി ഐ ന്യൂ ഹാഡ് എ ഡോഗ്. നോ മാറ്റർ ഹൗ പുവർ യു ആർ, യു ഹാഡ് എ ഡോഗ്. ഓക്കെ, എല്ലാ ബ്ലാക്ക് ഫാമിലിയിലും ഒരു ഡോഗ് ഉണ്ട്. ഇദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ ബ്ലാക്ക് ഫാമിലിയിലും ഒരു ഡോഗ് ഉണ്ട്. നിങ്ങൾ എത്ര പാവപ്പെട്ടവരാണെങ്കിലും ശരി, എല്ലാവരുടെയും വീട്ടിലൊരു ഡോഗ് ഉണ്ടാവും. വൈറ്റ് പീപ്പിൾ ട്രീറ്റ് ഡോഗ്സ് ലൈക്ക് ചിൽഡ്രൻ ഓർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. ബ്ലാക്ക് പീപ്പിൾസ് ഡോഗ്സ് ആർ മോർ ഫോർ പ്രൊട്ടക്ഷൻ, എ പുവർ മാൻസ് അലാം സിസ്റ്റം. ഓക്കെ, ഒരു വൈറ്റ് ഫാമിലിയിൽ അമേരിക്കൻസിൻ്റെ അകത്ത് വൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ടല്ലോ. അവർക്കെല്ലാം ഒരുപാട് വീടുകളിൽ ഡോഗ്സ് ഉണ്ടാവും. അവരെല്ലാം ഡോഗ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് അവരുടെ തന്നെ മക്കളായിട്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സായിട്ടൊക്കെയാണ്. പക്ഷേ ബ്ലാക്ക് പീപ്പിൾ ഡോഗ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല. അവർക്ക് ഡോഗ്സ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അവർ കൊണ്ട് നടക്കുന്നത്. എ പുവർ മാൻസ് അലാം സിസ്റ്റം. കാരണം അവിടുത്തെ ഒരു ബ്ലാക്ക് നെയ്ബർഹുഡിൻ്റെ അകത്ത് ഒരുപാട് അക്രമങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടുത്തെ ഇങ്ങനത്തെ ഒരു നെയ്ബർഹുഡിൽ ജീവിക്കുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ ആവശ്യമായതുകൊണ്ട് ഒരു അലാം സിസ്റ്റം പോലെ, ഒരു അപകടം വരുന്ന സമയത്ത് അലാർം അടിക്കുമല്ലോ, അതുപോലെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇവർ ഡോഗിനെ കൊണ്ടു നടന്നിരുന്നത്. യു ബൈ എ ഡോഗ് ആൻഡ് യു കീപ്പ് ഇറ്റ് ഔട്ട് ഇൻ ദ യാർഡ്. ബ്ലാക്ക് പീപ്പിൾ നെയിം ഡോഗ്സ് ബൈ ദെയർ ട്രേറ്റ്സ്. ഇഫ് ഇറ്റ് ഹാസ് സ്ട്രൈപ്സ് യു കോൾ ഇറ്റ് ടൈഗർ. ഇഫ് ഇറ്റ് ഇസ് വിഷ്യസ് യു കോൾ ഇറ്റ് ഡേഞ്ചർ. ഇഫ് ഇറ്റ് ഹാസ് സ്പോട്ട്സ് യു കോൾ ഇറ്റ് സ്പോട്ടി. ഓക്കെ, ഇതിൽ ബ്ലാക്ക് പീപ്പിൾ ഒരു ഡോഗിനെ മേടിച്ചു കഴിഞ്ഞാൽ ആ ഡോഗിൻ്റെ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി, അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ ബേസിസിലാണ് ഇവർ പേരിടുന്നത്. അതിന് സ്ട്രൈപ്സ് ഉണ്ടെങ്കിൽ, വരകളുണ്ടെങ്കിൽ അതിനെ ടൈഗർ എന്ന് വിളിക്കും, ടൈഗർ എന്നുള്ള പേരിട്ടിട്ട് വിളിക്കും. ഇഫ് ഇറ്റ് ഇസ് വീഷ്യസ് എന്ന് പറഞ്ഞാൽ ക്രൂവൽ അല്ലെങ്കിൽ വയലൻ്റ് ആയിട്ടുള്ള ഒരു ഡോഗ് ആണെന്നുണ്ടെങ്കിൽ, എല്ലാവരെയും പെട്ടെന്ന് ആക്രമിക്കുന്ന ഡോഗ് ആണെങ്കിൽ അതിനെ ഡേഞ്ചർ എന്നുള്ള പേരിട്ട് വിളിക്കും. അതിന് പുള്ളികളുണ്ടെങ്കിൽ, സ്പോട്ട്സ് ഉണ്ടെങ്കിൽ യു കോൾ ഇറ്റ് സ്പോട്ടി. One day, some lady at my mom's work offered us 2 puppies. Mom brought them home and I was the happiest kid on earth. അപ്പോൾ ഒരു ദിവസം അമ്മ ജോലി കഴിഞ്ഞ് വന്നപ്പം ജോലിക്ക് കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരാൾ 2 പപ്പീസിനെ കൊടുത്തു, 2 പട്ടിക്കുട്ടികളെ കൊടുത്തു വിട്ടു. അപ്പോൾ അമ്മ അത് വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് ഹി വാസ് ദ ഹാപ്പിയസ്റ്റ് കിഡ് ഓൺ എർത്ത്. ബിക്കോസ് 2 പൂച്ചകൾ ഓൾറെഡി നഷ്ടപ്പെട്ടു, ഇപ്പോൾ പെറ്റൊന്നും ഇല്ല കുറേ നാളായിട്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് വീട്ടിലേക്ക് പട്ടിക്കുട്ടികൾ വരുമ്പം ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. ഹി വാസ് വെരി ഹാപ്പി. ഷീ നെയിംഡ് ദെം ഫൂഫി ആൻഡ് പാന്തർ. ഫൂഫി, ഐ ഡോണ്ട് നോ വെയർ ഹെർ നെയിം കെയിം ഫ്രം. പാന്തർ ഹാഡ് എ പിങ്ക് നോസ്, സോ ഷീ വാസ് പിങ്ക് പാന്തർ ആൻഡ് ഇവൻച്വലി ജസ്റ്റ് പാന്തർ. ഓക്കെ, ഇവർ ആ 2 പട്ടിക്കുട്ടികളെ ഫൂഫി എന്നുള്ള പേരിലും പാന്തർ എന്നുള്ള പേരിലും വിളിച്ചു. ഫൂഫിയുടെ പേര് എന്തുകൊണ്ടാണ് ഇട്ടതെന്നറിയില്ല, പക്ഷേ പാന്തർ എന്നുള്ള പേര് വിളിക്കാനായിട്ട്, മറ്റേ പട്ടിക്കുട്ടീനെ പാന്തർ എന്ന് വിളിക്കാൻ കാരണം അതിൻ്റെ മൂക്ക് പിങ്ക് കളറായിരുന്നു. ആൻഡ് പിങ്ക് പാന്തർ എന്ന് പറഞ്ഞുള്ള കാർട്ടൂൺ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതിനെ പിങ്ക് പാന്തർ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഏറ്റവും അവസാനം ആ പേര് അവർ ഷോർട്ടാക്കിയിട്ട് പാന്തർ എന്ന് മാത്രം വിളിക്കാൻ തുടങ്ങി. ബിക്കോസ് ഷീ ഹാഡ് എ പിങ്ക് നോസ്. There were 2 sisters who loved and hated each other. They would look out for each other. They would also fight all the time. It was a strange relationship. So ഈ 2 പട്ടിക്കുട്ടികൾ 2 ലവിങ് സിസ്റ്റേഴ്സിനെ പോലെയായിരുന്നു ജീവിച്ചിരുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും ചെയ്യും, അതേപോലെ തന്നെ ഉപദ്രവിക്കുകയും ചെയ്യും. They loved and hated each other. They would look out for each other. ലുക്ക് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ ചെയ്യുക, വേറൊരാൾക്ക് വേണ്ടി നമ്മൾ കെയർ ചെയ്യുന്നതിനാണ് ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യും, പക്ഷേ അവരെപ്പോൾ നോക്കിയാലും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് റിലേഷൻഷിപ്പ്. നമുക്ക് നമ്മുടെ സിബ്ലിങ്സിനോടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അറിയാം, നമ്മൾ വി ലവ് ദം, വി ഓൾസോ ഹേറ്റ് ദം. നമ്മൾ എപ്പോഴും സ്നേഹത്തോടെ ഇരിക്കില്ല, പക്ഷേ നമ്മൾ ചില സമയത്തൊക്കെ സ്നേഹത്തോടെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് നോക്കാം. പാന്തർ വാസ് മൈ മോംസ് ഡോഗ്, ഫൂഫി വാസ് മൈൻ. ഫൂഫി വാസ് ബ്യൂട്ടിഫുൾ, ക്ലീൻ ലൈൻസ്, ഹാപ്പി ഫേസ്. പാന്തറാണ് ട്രെവറിൻ്റെ അമ്മയുടെ ഡോഗ്, ഫൂഫിയാണ് ട്രെവറിൻ്റെ ഡോഗ്. ഫൂഫി വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ആൻഡ് ഷീ ഹാഡ് ക്ലീൻ ലൈൻസ് ആൻഡ് ഹാപ്പി ഫേസ്. ഫൂഫി ഭയങ്കര ചിയർഫുൾ ആയിട്ടുള്ളൊരു ഡോഗാണ്, എപ്പോഴും ഹാപ്പി ആയിട്ടുള്ളൊരു ഫേസ് ആണുള്ളത്. ആൻഡ് ക്ലീൻ ലൈൻസ്, ബോഡിയിലെ ലൈൻസ് എല്ലാം വളരെ ക്ലീൻ ആണ്. ഷീ ലുക്ഡ് ലൈക്ക് എ പെർഫെക്റ്റ് ബുൾ ടെറിയർ.
പാന്തർ കെയിം ഔട്ട് വിയർഡ് ആൻഡ് സ്ക്രഫി ലുക്കിംഗ്. ഫൂഫി ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബുൾ ടെറിയർ എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഡോഗാണ്. ഈ ടൈപ്പ് ഡോഗിനെയാണ് ബുൾ ടെറിയർ എന്ന് പറയുന്നത്. ആൻഡ് പാന്തർ കെയിം ഔട്ട് വിയർഡ് ആൻഡ് സ്ക്രഫി ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡേർട്ടി ലുക്കിംഗ്, ഭയങ്കര അൺടൈഡി ആയിട്ട് ഒരു വൃത്തിയില്ലാത്തതുപോലെയാണ് പാന്തർ ഉണ്ടായിരുന്നത്. ആൻഡ് ഹീ ലുക്ഡ് വെരി വിയർഡ്, ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഡോഗായിരുന്നു പാന്തർ കാണാൻ. പക്ഷേ അതേസമയം ഫൂഫി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പാന്തർ വാസ് സ്മാർട്ട് വെയറസ് ഫൂഫി വാസ് ഡം. ഓക്കെ, പാന്തറിനെ കാണാൻ വലിയ വൃത്തിയൊന്നും ഇല്ലെങ്കിലും പാന്തർ ഭയങ്കര സ്മാർട്ടാണ്, പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ ഫൂഫീനെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഫൂഫി വാസ് ഡം എന്ന് പറഞ്ഞാൽ സ്റ്റുപ്പിഡ്, ഒന്നും ചെയ്യാൻ അറിയത്തില്ല. അറ്റ് ലീസ്റ്റ് വി ഓൾവേസ് തോട്ട് ഷി വാസ് ഡം. വെനെവർ വി കോൾഡ് ഹർ പാന്തർ വുഡ് കം റൈറ്റ് അവേ ബട്ട് ഫൂഫി വുഡൻറ്റ് ഡു എനിത്തിങ്. ഓക്കെ, അപ്പോൾ ഇവർ വിചാരിച്ചിരുന്നത് ഫൂഫി ഭയങ്കര ഡമ്മാണ്, സ്റ്റുപ്പിഡാണെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. ബിക്കോസ് എല്ലാ പ്രാവശ്യവും ഇവർ 2 പട്ടികളെ ഒരുമിച്ച് വിളിക്കുന്ന സമയത്ത് പാന്തർ മാത്രം ഓടിച്ചാടി വരും, ഈ ഫൂഫി വരത്തില്ല. ഫൂഫി ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കും. ഫൂഫീനെ എത്ര വിളിച്ചാലും ഫൂഫി വരില്ല. പാന്തർ വുഡ് റൺ ബാക്ക് ആൻഡ് ഗെറ്റ് ഫൂഫി ആൻഡ് ദെൻ they'd both come. It turned out that ഫൂഫി was deaf. ഓക്കെ, അപ്പോൾ പാന്തർ എല്ലാ പ്രാവശ്യവും ഇവരുടെ അടുത്ത് ഓടി വന്നിട്ട് തിരിച്ചുപോയി ഫൂഫീനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരും. ആ സമയത്താണ് ഫൂഫി വരുന്നത്. ഇറ്റ് ടേൺഡ് ഔട്ട് ദാറ്റ് ഫൂഫി വാസ് ഡെഫ്. ഇവർ എത്ര നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഫൂഫി സ്റ്റുപ്പിഡാണെന്നാണ്. പക്ഷേ ശരിക്കും ഫൂഫി ഡെഫായിരുന്നു. ഫൂഫിക്ക് ചെവി കേൾക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഫൂഫീനെ പേര് വിളിക്കുന്ന സമയത്ത് ഫൂഫി വരാത്തത്. ഇയേഴ്സ് ലേറ്റർ ഫൂഫി ഡൈഡ് വെൻ എ ബർഗ്ലർ വാസ് ട്രൈങ് ടു ബ്രേക്ക് ഇൻ ടു അവർ ഹൗസ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു കള്ളൻ, ബർഗ്ലർ എന്ന് പറഞ്ഞാൽ കള്ളൻ, മോഷ്ടിക്കുന്ന ആൾ ഇവരുടെ വീട്ടിലേക്ക് ബ്രേക്ക് ഇൻ ചെയ്തപ്പോൾ, ബ്രേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ, അതിക്രമിച്ച് കയറി വന്ന സമയത്ത് അന്നാണ് ഫൂഫി മരിച്ചത്, അന്നാണ് ഫൂഫി ചത്തുപോയത്. ഹി പുഷ്ഡ് ദ ഗേറ്റ് ഓവർ ആൻഡ് ഇറ്റ് ഫെൽ ഓൺ ഹെർ ബാക്ക് ആൻഡ് ബ്രോക്ക് ഹെർ സ്പൈൻ. അപ്പോൾ ഈ ബർഗ്ലർ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് ഗേറ്റ് തല്ലി തകർത്ത് അങ്ങനെയാണ് കയറി വന്നത്. അപ്പോൾ ആ ഗേറ്റ് തട്ടി തകർത്തപ്പോൾ അത് ഫൂഫിയുടെ ദേഹത്തേക്കാണ് വീണത്, ഫൂഫിയുടെ ബാക്കിലേക്ക് വീണു. ആൻഡ് ദാറ്റ് ബ്രോക്ക് ഹെർ സ്പൈൻ ഒടിഞ്ഞുപോയി. അങ്ങനെയാണ് ഫൂഫി മരിക്കുന്നത്. We took her to the vet and she had to be put down. ഓക്കെ, വെറ്റിനറി ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി, ഫൂഫീനെ കൊണ്ടുപോയി. ആൻഡ് ഷീ ഹാഡ് ടു ബി പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ യൂതനൈസ് ചെയ്യുക. യൂതനൈസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെന്നുണ്ടെങ്കിലും അവർ വളരെ പെയിൻ അനുഭവിച്ച് ജീവിക്കുന്നതിനേക്കാൾ ബെറ്റർ അവർ മരിക്കുന്നതാണ് എന്നുള്ള ഒരു രീതിയിൽ അവരുടെ സഫറിങ് എൻഡ് ചെയ്യാനായിട്ട് അവരെ കൊല്ലുന്നതിനാണ് യൂതനൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുട്ട് ഡൗൺ എന്ന് പറയുന്നത്. പുട്ട് ഡൗൺ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്ന ആനിമൽസിനെ ഇതുപോലെ മേഴ്സി കില്ലിങ് ചെയ്യുന്ന സമയത്താണ്. കാരണം അവർക്ക് ഇനി നടക്കാൻ പറ്റില്ല, അവർക്ക് പണ്ടത്തെ പോലെ ജീവിക്കാൻ പറ്റില്ല, അവരെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാത്ത രീതിയിലായിപ്പോയി. അതുകൊണ്ട് അവരുടെ ആ സഫറിങ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ജീവൻ ഒതുക്കുന്നതിനാണ് പുട്ട് ഡൗൺ എന്ന് പറയുന്നത്. സോ വെറ്റിനറി ഡോക്ടർ ഫൂഫീനെ പുട്ട് ഡൗൺ ചെയ്തു. After examining her, the vet came over and gave the news. It must have been strange for your family living with a dog that was deaf, he said. What? You didn't know your dog was deaf? No, we thought it was stupid. Okay. വെറ്റിനറി ഡോക്ടർ ഇവളെ എക്സാമിൻ ചെയ്തതിന് ശേഷം, ഇവളെ പരിശോധിച്ചതിന് ശേഷം ഇവരോട് വന്ന് കാര്യം ചോദിച്ചു. ഡോക്ടർ ഭയങ്കര അതിശയത്തോടെ ഇവരോട് ചോദിക്കുക, ഒരു ചെവി കേൾക്കാത്ത ഡോഗിനൊക്കെ കൂടെ താമസിപ്പിക്കുന്നത് വളരെ സ്ട്രേഞ്ച് ആണല്ലോ. പൊതുവെ ആൾക്കാരൊക്കെ വളരെ സ്മാർട്ടായിട്ടുള്ള ഡോഗ്സിനെയാണ് മേടിക്കുക. അപ്പോൾ ചെവി കേൾക്കാത്ത ഒരു ഡോഗിനൊക്കെ കൂടെ താമസിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രേഞ്ച് ആണല്ലോ എന്ന് പറഞ്ഞ സമയത്ത് അന്നേരമാണ് ഇവരറിയുന്നത് ഫൂഫിക്ക് ചെവി കേൾക്കില്ലായിരുന്നു, ഫൂഫി ഡെഫായിരുന്നു എന്നുള്ളത്. ആൻഡ് ദേ സെഡ് നോ, വി തോട്ട് ഇറ്റ് വാസ് സ്റ്റുപ്പിഡ്. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത് ഡെഫാണെന്ന്, ഞങ്ങൾ വിചാരിച്ച് ഫൂഫി സ്റ്റുപ്പിഡാണെന്നാണ്, ഫൂഫിക്കൊന്നും ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നത് എന്നാണ് അവർ വിചാരിച്ചത്. That's when we realized that their whole lives the one dog had been telling the other dog what to do somehow. The smart hearing one was helping the dodgy deaf one. ഓക്കെ, അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇത്രയും നാൾ ഒരു ഡോഗ്, അതായത് പാന്തർ, ഫൂഫീനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ദ സ്മാർട്ട് ഹിയറിംഗ് വൺ, അത് പാന്തറാണ്, സ്മാർട്ടായിട്ട് ചെവി കേൾക്കാൻ പറ്റുന്ന
Our dog, Panther, was helping the dodgy deaf one. Dodgy എന്ന് പറഞ്ഞാൽ അൺറിലയബിൾ ആയിട്ടുള്ള, നമുക്ക് റിലൈ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ അവർ പറയുന്നതായിരിക്കത്തില്ല ചെയ്യുന്നത്. അപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തതിനാണ് ഡോഡ്ജി എന്ന് പറയുന്നത്. അപ്പോൾ ഡോഡ്ജി ആയിട്ടുള്ള ഡെഫായിട്ടുള്ള ഫൂഫീനെ എപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പാന്തർ. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ നോക്കുമ്പം അസംഷൻ വേഴ്സസ് റിയാലിറ്റി എന്നുള്ളൊരു തീമാണ് വരുന്നത്. നമ്മളുടെ മുൻവിധികളുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഒരാളുടെ ബിഹേവിയർ കാണുമ്പം നമ്മൾ ഓരോന്ന് അസ്യൂം ചെയ്ത് വെക്കും. ഇയാൾ ഇങ്ങനെയാണല്ലോ, ഇയാൾ അങ്ങനെയാണ്, ആ ഒരു ടൈപ്പ് മനുഷ്യനാണ് ഇയാൾ എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വെക്കും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അയാളെക്കുറിച്ച് ചിന്തിച്ച് വെക്കും. പക്ഷേ ഇൻ റിയാലിറ്റി അയാൾ വേറെ ചില കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടാവും. അയാളുടെ സിറ്റുവേഷൻ കാരണമായിരിക്കും അയാൾ ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് ഇവർ അസ്യൂം ചെയ്തത് ഫൂഫി ഡെഫാണെന്നല്ല, സ്റ്റുപ്പിഡ് ആണെന്നായിരുന്നു. പക്ഷേ ശരിക്കും ഫൂഫി ഡെഫ് ആയതുകൊണ്ടാണ് ആ രീതിയിൽ പ്രവർത്തിച്ചിരുന്നത്. ഫൂഫി വാസ് ദ ലവ് ഓഫ് മൈ ലൈഫ്, ബ്യൂട്ടിഫുൾ ബട്ട് സ്റ്റുപ്പിഡ്. ഐ റേസ്ഡ് ഹർ, ഐ പോട്ടി ട്രെയിൻഡ് ഹർ, ഷീ സ്ലെപ്റ്റ് ഇൻ മൈ ബെഡ്. എ ഡോഗ് ഇസ് എ ഗ്രേറ്റ് തിങ് ഫോർ എ കിഡ് ടു ഹാവ്. ഇറ്റ്സ് ലൈക്ക് എ ബൈസിക്കിൾ ബട്ട് വിത്ത് ഇമോഷൻസ്. ഫൂഫീനെ കുറിച്ചുള്ള ട്രെവറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ പറയുന്നത്. ഫൂഫി വാസ് ദ ലവ് ഓഫ് മൈ ലൈഫ്. ഫൂഫീനെ ആയിരുന്നു ഇവനെ ഏറ്റവും ഇഷ്ടം. ലവ് ഓഫ് മൈ ലൈഫ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളെയാണ്. അപ്പോൾ ഫൂഫീനോടായിരുന്നു ഇവനെ ഏറ്റവും ഇഷ്ടം. ആൻഡ് ഷി വാസ് ബ്യൂട്ടിഫുൾ ബട്ട് സ്റ്റുപ്പിഡ്. ബ്യൂട്ടിഫുൾ ആണെങ്കിലും സ്റ്റുപ്പിഡാണ്. പക്ഷേ ചെറുപ്പം മുതൽ ഫൂഫിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി ഫൂഫീനെ വളർത്തിയത് ഇവനാണ്. ഐ റേസ്ഡ് ഹർ, ഐ പോട്ടി ട്രെയിൻഡ് ഹർ. പോട്ടി ട്രെയിൻ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക. ആൻഡ് ഷീ സ്ലെപ്റ്റ് ഇൻ മൈ ബെഡ്. ഡ്രൈവറിൻ്റെ കൂടെയാണ് ഫൂഫി കിടന്നിരുന്നത് വരെ. എ ഡോഗ് ഈസ് എ ഗ്രേറ്റ് തിങ് ഫോർ എ കിഡ് ടു ഹാവ്. ഇറ്റ്സ് ലൈക്ക് എ ബൈസിക്കിൾ ബട്ട് വിത്ത് ഇമോഷൻസ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു ഡോഗ് എന്ന് പറയുന്നത് ഭയങ്കര പ്രിയപ്പെട്ട ഒന്നാണ്. ഒരു ബൈസിക്കിൾ പോലെ. ചെറുപ്പത്തിലൊക്കെ നമുക്കറിയാം, നമ്മളുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും നമ്മുടെ ബൈസിക്കിൾ. നമ്മളെപ്പോഴും ഏത് സമയത്താണെങ്കിലും വൈകുന്നേരമൊക്കെ സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോൾ ബൈസിക്കിൾ എടുത്ത് ഓടിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. അതേപോലെ ഒരു ബൈസിക്കിൾ ഉള്ളതുപോലെയാണ് ഒരു ഡോഗ് ഉള്ളത്. പക്ഷേ ദിസ് ഈസ് എ ബൈസിക്കിൾ വിത്ത് ഇമോഷൻസ്. ബൈസിക്കിൾ എപ്പോഴും നമ്മളുടെ കൂടെ കൊണ്ട് നടക്കും. അതേപോലെ തന്നെയാണ് ഒരു ഡോഗ് നമ്മൾക്ക് കിട്ടുമ്പം ആ ഡോഗിനെ പിന്നെ നമ്മൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കും. നമ്മൾ അതിൻ്റെ കൂടെ കളിക്കും, നമ്മൾ അതിൻ്റെ കൂടെ കിടന്നുറങ്ങും, നമ്മൾ അതിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കും. ആൻഡ് ഈ ഡോഗിന് ഇമോഷൻസും ഉണ്ട്. ഫൂഫി കുഡ് ഡു ഓൾ സോർട്സ് ഓഫ് ട്രിക്സ്. ഷീ കുഡ് ജംപ് സൂപ്പർ ഹൈ. ഫൂഫി കുഡ് ജംപ്. ഓക്കെ, ഫൂഫിക്ക് ഒരുപാട് ട്രിക്കുകൾ അറിയാമായിരുന്നു. ഫൂഫിക്ക് വളരെ ഉയരത്തിൽ ചാടാനും കഴിയുമായിരുന്നു. ഫൂഫിക്ക് നല്ല ഉയരത്തിൽ ചാടാൻ പറ്റുമായിരുന്നു. ഐ വുഡ് ഹോൾഡ് എ പീസ് ഓഫ് ഫുഡ് ഔട്ട് അബവ് മൈ ഓൺ ഹെഡ് ആൻഡ് ഷീഡ് ലീപ്പ് അപ്പ് ആൻഡ് ഗ്രാബ് ഇറ്റ് ലൈക്ക് ഇറ്റ് വാസ് നത്തിങ്. ഇഫ് സോഷ്യൽ മീഡിയ വാസ് അറൗണ്ട് ദെൻ ഫൂഫി വുഡ് ഹാവ് ബീൻ എ സ്റ്റാർ. അപ്പോൾ ട്രെവർ എന്ത് ചെയ്യും? ട്രെവർ ഒരു ഫുഡ്, ഈ ഫൂഫിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഫുഡ് അവൻ്റെ തലയുടെ മുകളിലായിട്ട് ഉയർത്തിപ്പിടിച്ച് അങ്ങനെ നിൽക്കും. ആ സമയത്ത് ഫൂഫി ചാടി അത് ഗ്രാബ് ചെയ്യും, അതിനെ കടിച്ച് എടുക്കും. ആസ് ഇഫ് ഇറ്റ് വാസ് നത്തിങ്. ഇതൊന്നും ഒരു വലിയ ഡീലേ അല്ല എന്നുള്ള രീതിയിൽ ഫൂഫി അത് ചാടി എടുക്കും. ആ സമയത്തൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഫൂഫി വലിയ സ്റ്റാർ ആയേനെ എന്നാണ് ട്രെവർ പറയുന്നത്. ഫൂഫി വാസ് എ ലിറ്റിൽ റാസ്കിൽ ആസ് വെൽ. റാസ്കൽ എന്ന് പറഞ്ഞാൽ മിസ്ചീവിയസ് ആയിട്ടുള്ള, കുസൃതി ആയിട്ടുള്ളത്, വളരെ പ്ലേഫുള്ളായിട്ട് വിളിക്കുന്നതാണ്, വളരെ സ്നേഹത്തോടെ വിളിക്കുന്നതാണ്. ഫൂഫി വാസ് എ ലിറ്റിൽ റാസ്കൽ, വളരെ കുസൃതിയായിരുന്നു. During the day, we kept the dogs in the backyard, which was enclosed by a wall at least 5 feet high. ഡേ ടൈമിൽ ഇവർ സ്കൂളിൽ പോകുന്ന സമയത്ത്, അമ്മ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഇവർ ഡോഗിനെ ബാക്ക് യാർഡിലാണ് വെക്കുന്നത്. വീടിൻ്റെ പുറകുവശത്ത് ഒരു 5 ഫീറ്റുള്ള ഒരു വാള് വെച്ച് എൻക്ലോസ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. 5 അടി പൊക്കത്തിലുള്ള ഒരു മതിലൊക്കെ ഉണ്ട്. ആ മതിലിൻ്റെ ഉള്ളിലാണ് അവരെ ഇടുന്നത്. ആഫ്റ്റർ എ വൈൽ എവറി ഡേ we'd come home and Foofi would be sitting outside the gate waiting for us. We were always confused. Was someone opening the gate? What was going on? ഓക്കെ, ഇവർ 5 അടി പൊക്കമുള്ള ഗേറ്റൊക്കെ പണിത്, വാളൊക്കെ പണിത് അവിടെ അതിൻ്റെ ഉള്ളിൽ ഈ പട്ടികളെ ഇടാൻ കാരണം എന്താണ്? ഇവർ പുറത്ത് ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ആ സമയത്ത് ഫൂഫി ഗേറ്റിന് പുറത്ത് ഇവരെ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഗേറ്റിന് പുറത്ത് ഈ ഫൂഫി എങ്ങനെ വന്നു? എങ്ങനെ ഇത്രയും ഹൈറ്റിലൊക്കെ ചാടാൻ പറ്റുമോ എന്ന് വിചാരിച്ച് ഇവർ വിചാരിച്ചു വേറെ ആരെങ്കിലും ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ടാവുമെന്ന്. എന്താണ് സംഭവിക്കുന്നതെന്നോ ഇവർക്ക് മനസ്സിലായില്ല. It never occurred to us that she could actually scale a 5-foot wall, but that was exactly what was happening.
അപ്പോൾ ഇവർ ചിന്തിച്ചതേ ഇല്ല ഒരു 5 അടി പൊക്കത്തിലുള്ള വോളൊക്കെ ഫൂഫിക്ക് ചാടി കടക്കാൻ പറ്റുമെന്ന്. പക്ഷേ അത് തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഫൂഫി എല്ലാ ദിവസവും ഈ 5 അടി പൊക്കമുള്ള ഇത്രയും വലിയ ഒരു വോള് ചാടി കടക്കുമായിരുന്നു. അതായിരുന്നു എല്ലാ ദിവസവും ഫൂഫി ചെയ്തുകൊണ്ടിരുന്നത്. എവറി മോർണിംഗ് ഫൂഫി വുഡ് വെയിറ്റ് ഫോർ us ടു ലീവ്, ജംപ് ഓവർ ദ വോൾ ആൻഡ് ഗോ റോമിങ് അറൗണ്ട് ദ നെയ്ബർഹുഡ്. അപ്പോൾ എല്ലാ ദിവസവും ഫൂഫിയുടെ പണി ഇതാണ്. ഇവർ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞ ഉടനെ ഫൂഫി വോള് ചാടി പുറത്തിറങ്ങി പിന്നെ ആ നെയ്ബർഹുഡിലൊക്കെ ചുറ്റിക്കറങ്ങി നടക്കും. I caught her one day when I was home for the school holidays. My mom had left for work and I was in the living room. Fufi didn't know I was there. She thought I was gone because the car was gone. അപ്പോൾ ഒരു ദിവസം ട്രെവറിന് ഹോളിഡേ ആയിരുന്നു. പക്ഷേ അമ്മ ജോലിക്ക് പോയി. അമ്മ ജോലിക്ക് പോയ സമയത്ത് കാറ് വീട്ടിൽ നിന്ന് പോയപ്പോൾ ഫൂഫി വിചാരിച്ചു എല്ലാവരും വീട്ടിൽ നിന്ന് പോയിന്ന്. അപ്പോൾ ആ സമയത്ത് ഇവൻ ഫൂഫിനെ ഒബ്സർവ് ചെയ്യുക. I heard panther barking in the backyard, looked out and there was Fufi scaling the wall. She had jumped, scampered up the last couple of feet and then she was gone. അപ്പോൾ പാന്തർ പുറത്ത് ബാക്ക് യാർഡിൽ കിടന്നിട്ട് ഇങ്ങനെ കുരയ്ക്കുന്നതിൻ്റെ സൗണ്ട് ഇവനെ കേൾക്കാമായിരുന്നു. അപ്പോൾ ഇവൻ പോയി നോക്കിയ സമയത്ത് ഫൂഫി ആ ടൈമിൽ ഈ വോള് ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുക, ഈ മതിൽ ചാടി കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഷീ had jumped, scampered up the last couple of feet and then she was gone. സ്കാമ്പർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ ക്വിക്ക് സ്റ്റെപ്സ് വെച്ചിട്ട് ഓടുന്നതിനാണ് സ്കാമ്പർ ചെയ്യുക. അപ്പം പുള്ളിക്കാരി ജമ്പ് ചെയ്ത് ക്വിക്ക് സ്റ്റെപ്സ് വെച്ച് സ്കാമ്പർ ചെയ്ത് ഓടി ആൻഡ് ദെൻ ഷീ വാസ് ഗോൺ. പിന്നെ അവിടെ കാണുന്നില്ല, അവിടെ നിന്ന് എങ്ങോട്ടേക്കോ ഓടി. ഐ കുഡൻറ്റ് ബിലീവ് വാട്ട് വാസ് ഹാപ്പനിങ്. ഐ റാൻ ഔട്ട് ഫ്രണ്ട്, ഗ്രാബ്ഡ് മൈ ബൈസിക്കിൾ ആൻഡ് ഫോളോഡ് ഹെർ ടു സീ വേർ ഷീ വാസ് ഗോയിങ്. അപ്പോൾ ട്രെവറിന് വിശ്വസിക്കാനേ പറ്റിയില്ല. എല്ലാ ദിവസവും ഗേറ്റിന് പുറത്ത് വന്ന് കാത്തിരിക്കുന്നത് കാണാം, പക്ഷേ ഇവർ വിചാരിച്ചിരുന്നത് വേറെ ആരോ ഗേറ്റ് തുറന്ന് കൊടുക്കണമെന്നാണ്. ഇവർ ചിന്തിച്ചത് പോലുമില്ല ഇത്രയും വലിയ മതിൽ ഫൂഫി ചാടി കിടക്കുമെന്ന്. സോ ഹീ കുഡൻറ്റ് ബിലീവ് വാട്ട് വാസ് ഹാപ്പനിങ്. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു? പുള്ളി അന്നേരം തന്നെ ബൈസിക്കിൾ എടുത്തിട്ട് ഫൂഫിയുടെ പുറകെ ചെന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. 3rd പാർട്ടും ക്വസ്റ്റ്യൻ ആൻസേഴ്സും അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ please like and subscribe. Thank you.